കെ സുധാകരൻ ആരോഗ്യവാനാണോ അല്ലയോ എന്നാണ് AICCയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം. AICC ദീപാദാസ് മുൻഷി ഓരോ നേതാക്കളെയും കാണുമെന്ന് ഞാൻ മുമ്പൊരു വാർത്തയിൽ നിങ്ങളോട് പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. കെ സുധാകരന് ആരോഗ്യമുണ്ടോ? കെ സുധാകരന് പ്രാപ്തനാണോ സംഘടനയെ നയിക്കാൻ, കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ കെ സുധാകരൻ പ്രാപ്തനാണോ എന്നിങ്ങനെയുള്ള ആശങ്ക AICCയിൽ പുകയുന്നുണ്ട്. അത് പുകച്ചത് സതീശനും യുവ നേതാക്കളും ഒക്കെ കൂടിയാണ്. അങ്ങനെ പുകച്ച നേതാക്കളെ പോലും ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. ഷാഫി പറമ്പിലിനെ വിമർശിച്ചത് മറ്റൊന്നുമല്ല, നിങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ വളം നൽകുന്നത്, വളം ഏകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം AICC സെക്രട്ടറി അറിവഴകനെ വിമർശിച്ചിരുന്നു. അടൂരിൽ കാര്യമായ പ്രാധാന്യം ബോർഡുകളിൽ ഫോട്ടോ ഒന്നും വച്ചില്ല എന്ന് പറഞ്ഞിട്ട് അറിവഴകനോട് കയർത്തിരുന്നു. അതൊന്നും ശരിയായ കീഴ്വഴക്കമല്ല. നേതാക്കളെ ബഹുമാനിക്കാൻ പഠിക്കണം, ഷാഫി പറമ്പിൽ അത് ശ്രദ്ധിക്കണം എന്ന് ഷാഫി പറമ്പിലിനെ ദീപാദാസ് മുൻഷി ശാസിക്കുകയും ചെയ്തിരുന്നു. ഈ ഷാഫി പറമ്പിലൊക്കെയാണ് VD സതീശനൊപ്പം ചേർന്ന് സുധാകരനെ മാറ്റണമെന്ന അഭിപ്രായവുമായി രംഗത്തെത്തിയത്. യഥാർത്ഥ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഷാഫി പറമ്പിൽ സതീശനെ തേക്കുകയും ചെയ്തു. സംഘടനയെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഷാഫി പറമ്പിൽ സതീശൻ്റെ മുഖത്ത് നോക്കി വിമർശിക്കുകയും ചെയ്തിരുന്നു. ആ ഷാഫി പറമ്പിലും ദീപാദാസ് മുൻഷിയിൽ നിന്ന് ശകാരം ഏൽക്കേണ്ടിയും വന്നു രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ. അതിന് പുറമെയാണ് ഇങ്ങനെ ഓരോ നേതാക്കളെയും ദീപാദാസ് മുൻഷി നേരിട്ട് കാണുന്നത്, അവരുമായി ചർച്ച നടത്തുന്നത്. അത് KPCC പുനഃസംഘടനയിൽ KPCC പ്രസിഡന്റിനെ മാറ്റണമോ വേണ്ടയോ എന്നാണ്. അതിൽ VD സതീശൻ ഓടിക്കേറി ചെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു, ഈ KPCC പ്രസിഡന്റിനെ മാറ്റണം, അയാൾക്ക് ആരോഗ്യമില്ല, ഒന്നാമത്തെ കാര്യം. 2, ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് കെ സുധാകരൻ പ്രവർത്തിക്കുന്നില്ല. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന് സംഘടനയെ ഏകോപിപ്പിക്കുന്നതിൽ അതിനുള്ള മികവ് ഇല്ല എന്നീ വിമർശനങ്ങളാണ് VD സതീശൻ ഉന്നയിച്ചത്. അതുകൊണ്ട് സുധാകരനെ മാറ്റി പകരം മറ്റൊരാളെ വയ്ക്കണം എന്നാണ് VD സതീശൻ AICC ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷിയോട് ആവശ്യപ്പെട്ടത് എന്നാണ് പുറത്തുവരുന്ന വിവരം. മറ്റു നേതാക്കളായ MM ഹസൻ, അതുപോലെ ബെന്നി ബെഹന്നാൻ, സണ്ണി ജോസഫ്, M ലിജു, VS ശിവകുമാർ, മാത്യു കുഴൽനാടൻ എന്നിവരുമായും കഴിഞ്ഞ ദിവസം ദീപാദാസ് മുൻഷി ചർച്ചകൾ നടത്തിയിരുന്നു. ഇവർ പറഞ്ഞത്, സംഘടന സുധാകരൻ്റെ സാന്നിധ്യത്തിൽ സുധാകരൻ നയിച്ചാലും മറ്റൊരാൾ നയിച്ചാലും സംഘടന ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം. ഐക്യത്തോടുകൂടി മുന്നോട്ട് നയിക്കുന്ന നടപടിയാണ് സുധാകരൻ സ്വീകരിക്കുന്നത്. അപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹവുമായി സഹകരിക്കുകയാണ് വേണ്ടതെന്നാണ് ഈ നേതാക്കൾ ദീപാദാസ് മുൻഷിയോട് പറഞ്ഞത്. പിന്നെ പുനഃസംഘടന എന്ന് പറയുമ്പോൾ അത് ഹൈക്കമാൻഡ് ഇടപെട്ട് നടത്തേണ്ടതാണ്. ഹൈക്കമാൻഡ് അത് സുധാകരനെ വേദനിപ്പിക്കാതെയും നോവിക്കാതെയും ഒക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ഈ നേതാക്കൾ MM ഹസൻ തുടങ്ങി മാത്യു കുഴൽനാടൻ വരെയുള്ള നേതാക്കൾ ദീപാദാസ് മുൻഷിയോട് അറിയിച്ചത്. അതേസമയം രമേശ് ചെന്നിത്തലയെയും ദീപാദാസ് മുൻഷി കണ്ടിരുന്നു. ദീപാദാസ് മുൻഷിയോട് രമേശ് ചെന്നിത്തല പറഞ്ഞു, സുധാകരനെ മുറിപ്പെടുത്തുന്ന ഒരു നടപടിക്കും ഞാൻ കൂട്ടുനിൽക്കില്ല. ഇനി പുനഃസംഘടനയാണെങ്കിൽ സുധാകരനെ അദ്ദേഹത്തെ വിശ്വാസത്തിലെടുത്ത ശേഷം മാത്രമേ അദ്ദേഹത്തെ നീക്കുന്ന കാര്യം പരിഗണിക്കാവൂ എന്നാണ് രമേശ് ചെന്നിത്തലയുടെ വാദം. ഈ അവസരത്തിലാണ് ഇങ്ങനെ നേതാക്കളൊക്കെ AICC നേതാവിനെ കണ്ട്, ജനറൽ സെക്രട്ടറിയെ കണ്ട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ സുധാകരൻ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ പത്രത്തിന് ഒരു അഭിമുഖം കൊടുത്തിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ഞാൻ മുഖ്യമന്ത്രിയാകാനില്ല, മുഖ്യമന്ത്രി കസേരയിൽ CPMൻ്റെ പിണറായി വിജയനെ ഇറക്കി വിട്ടിട്ട് അവിടെ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെ പ്രതിഷ്ഠിക്കുക, അതിനുള്ള പ്രവർത്തനങ്ങളും തന്ത്രങ്ങളും മെനയുകയാണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ആരോഗ്യത്തെക്കുറിച്ച് മാധ്യമപ്രതിനിധി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് CPMനെതിരെയും പിണറായിക്കെതിരെയും പോരാടാനുള്ള ആരോഗ്യം ഇന്നുമുണ്ട്, ഞാൻ ഇന്നും ചെറുപ്പമാണ് അക്കാര്യത്തിൽ എന്ന തരത്തിലായിരുന്നു സുധാകരൻ്റെ മറുപടി. സതീശനെ കുറിച്ച് ചോദിച്ചപ്പോൾ സതീശന് ഞാനുമായി യാതൊരു ശത്രുതയുമില്ല, ഐക്യത്തിലാണ്. പക്ഷേ സതീശ് ഒരു പക്ഷേയെങ്കിലും എന്നെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നൊക്കെ പലർക്കും ആഗ്രഹമുണ്ടാകാം. അത് ചെറുപ്പക്കാരല്ല, അവരങ്ങനെ സ്വാഭാവികമായും ചിന്തിക്കും. അങ്ങനെ പുനഃസംഘടനയെക്കുറിച്ചൊന്നും ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നില്ല എന്ന തരത്തിലാണ് സുധാകരൻ അഭിമുഖത്തിൽ പറയുന്നത്. ഏതായാലും ഈ സുധാകരനെ നീക്കണമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതിന് ഒരു വിഭാഗം നേതാക്കൾ പുതിയ നേതാക്കൾ വരണം, പുതിയ ആൾ പ്രസിഡൻ്റായി വരണമെന്ന് അഭിപ്രായപ്പെടുമ്പോഴും സുധാകരനെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്കും താൻ കൂട്ടുനിൽക്കില്ല എന്നാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മറ്റ് ഒരു വിഭാഗം നേതാക്കൾ AICC ജനറൽ സെക്രട്ടറിയെ അറിയിച്ചിട്ടുള്ളത്. AICC ജനറൽ സെക്രട്ടറി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിക്കും. അതിനുശേഷമാകും തീരുമാനം ഉണ്ടാവുക.